Hi friends, data mining and warehousing in the third module in the ID3 algorithm. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു എന്താണ് ഒരു ഡിസിഷൻ ട്രീ അൽഗോരിതം എന്ന്. അപ്പോൾ ഈ ഡിസിഷൻ ട്രീ അൽഗോരിതത്തിൽ കുറേ അൽഗോരിതംസ് വരുന്നുണ്ട്. ID3, C45, ചാർട്ട്, ചെയിൻ, സ്മാർട്ട്സ്, ഇങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ മൊഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ളത് ID3യും C45യുമാണ്. എന്താണ് ഒരു ID3 അൽഗോരിതം നോക്കാം. ID3 അൽഗോരിതത്തിൻ്റെ അബ്രീവിയേഷൻ ഐട്രേറ്റീവ് ഡൈക്കോട്ടോമൈസർ 3 എന്നാണ്. അപ്പം ഈ ഡിസിഷൻ ട്രീ ബിൽഡ് ചെയ്തത് JR ക്യുൻലാൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടോപ്പ് ഡൗൺ സ്ട്രാറ്റജിയാണ് വരുന്നത്. ഒരു ടോപ്പ് ഡൗൺ ഗ്രീഡി സെർച്ച് ആണ് വരുന്നത്. ബാക്ക് ട്രാക്കിംഗ് ഇല്ല ഇതിൻ്റെ അകത്ത്. ബാക്ക് ട്രാക്കിംഗ് ഇല്ലാത്ത ഒരു ടോപ്പ് ഡൗൺ ഗ്രീഡി സെർച്ച് ആണ് വരുന്നത്. പിന്നെ ഒരു ഡിസിഷൻ ട്രീ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്ന രണ്ട് പാരാമീറ്റേഴ്സാണ് എൻട്രോപ്പി ആൻഡ് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ഈ അൽഗോരിതം എന്താണെന്ന് നോക്കാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കിപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് RCD ആണ്. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നോൺ ടാർഗറ്റ് ആട്രിബ്യൂട്ട്സ്, C എന്ന് പറയുന്നത് ടാർഗറ്റ് ആട്രിബ്യൂട്ട്സ്, അതായത് ക്ലാസ്സസ് ഉള്ളത്. പിന്നെ D എന്ന് പറയുന്നത് ട്രെയിനിങ് ഡേറ്റയാണ്. ദെൻ ഔട്ട്പുട്ട് കിട്ടുന്നത് ഒരു ഡിസിഷൻ ട്രീ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്ലി empty ട്രീ ആയിട്ട് നമ്മൾ ആദ്യം ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുന്നു. പിന്നെ ഫസ്റ്റിൽ നമ്മൾ നോക്കുന്നു, ഡേറ്റാബേസിൽ നോക്കുമ്പോൾ ഡേറ്റാബേസ് empty ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ നോഡ് ഫെയിലുവർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കാരണം ഡിസിഷൻ ട്രീ empty ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ട കാര്യമില്ല. സോ അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഒരു സിംഗിൾ നോഡ് ഫെയിലുവർ വാല്യൂ ആയിരിക്കും. ഇനിയും ഈ ഡേറ്റാബേസിൽ സെയിം, അതായത് ഡേറ്റാബേസിലെ എല്ലാം സെയിം ക്ലാസ്സിലേക്കാണെന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ നോഡായിരിക്കും ഈ വാല്യൂ വരുന്ന ഒരു സിംഗിൾ നോഡായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഇനിയും R empty ആണ്. R empty മീൻസ് സെറ്റ് ഓഫ് നോൺ ടാർഗറ്റ് ആട്രിബ്യൂട്ട്സ് empty ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഒരു സിംഗിൾ നോഡാണ്. പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഡേറ്റാബേസിൻ്റെ അകത്ത് ഈ വാല്യൂ അതായത് ഇതിൻ്റെ അകത്ത് ഈ ഡേറ്റാബേസിൽ ഏറ്റവും കോമൺ വാല്യൂ ഏതാണോ, ടാർഗറ്റ് ആട്രിബ്യൂട്ടിൻ്റെ ഏറ്റവും കോമൺ വാല്യൂ ഏതാണോ അതായിരിക്കും നമുക്ക് ആ കിട്ടുന്ന ട്രീയുടെ വാല്യൂ എന്ന് പറയുന്നത്, സിംഗിൾ നോഡ് വിത്ത് വാല്യൂ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ലാർജസ്റ്റ് ഗെയിനുള്ള അതായത് നമ്മുടെ ആറിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഗെയിനുള്ള ആട്രിബ്യൂട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എൻട്രോപ്പി ആൻഡ് ഇൻഫർമേഷൻ ഗെയിൻ ആണെന്ന് പറഞ്ഞു. ഇൻഫർമേഷൻ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്ന എന്താണോ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിൻ ഉള്ള ആട്രിബ്യൂട്ട് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ A എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസിനെ നമ്മൾ സെറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. A1, A2 എക്സെട്ര അപ് ടു AM. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു AJ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ J = 1 to M എന്നാണ് നമുക്ക് ഷോർട്ട്ലി പറയാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് ഈ ഡിയുടെ സബ്സെറ്റ്, ഓക്കെ, കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് AJ റെക്കോർഡ്സ് ആട്രിബ്യൂട്ട് വാല്യൂ A എന്ന് പറയുന്നത് ഒരു സെറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. DJ വിത്ത് J = 1 to എക്സെട്ര അപ് ടു M എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ട്രീ ആയിരിക്കും. ആ ട്രീയുടെ റൂട്ട് റൂട്ടിൻ്റെ വാല്യൂ A ആയിരിക്കും. അതുപോലെ അതിൻ്റെ ആർക്ക് എന്ന് പറയുന്നത് A1, A2 എക്സെട്ര അപ് ടു AM ആയിരിക്കും. ഇനിയും നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് പാരാമീറ്റേഴ്സ് എൻട്രോപ്പി ആൻഡ് ഇൻഫർമേഷൻ ഗെയിൻ ആണ് ഈ ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് എൻട്രോപ്പി, എന്താണ് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് നോക്കാം. ഒരു എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് എൻട്രോപ്പി യൂസ് ചെയ്യുന്ന ഒരു സാമ്പിളിൻ്റെ ഹോമോജീനിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഈ സാമ്പിൾ ഒരു കംപ്ലീറ്റ്ലി ഹോമോജീനസ് ആണെന്നുണ്ടെങ്കിൽ എൻട്രോപ്പി 0 ആയിരിക്കും. സാമ്പിൾ ഈക്വലി ഡിവൈഡഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഈ ഒരു ഡിസിഷൻ ട്രീ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് എൻട്രോപ്പി വേണം. ഓക്കെ, ഫ്രീക്വൻസി ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്സ് ഓഫ് എൻട്രോപ്പി വേണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി യൂസിങ് ഫ്രീക്വൻസി ടേബിൾ ഓഫ് 1 ആട്രിബ്യൂട്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി യൂസിങ് ഫ്രീക്വൻസി ടേബിൾ ഓഫ് 2 ആട്രിബ്യൂട്ട്. അപ്പോൾ എൻട്രോപ്പി യൂസിങ് ഫ്രീക്വൻസി ടേബിൾ ഓഫ് 1 ആട്രിബ്യൂട്ട് D എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു
അല്ലെങ്കിൽ നമ്മൾ എൻട്രോപ്പി ഓഫ് ഡി ഓർ ഇൻഫോർമേഷൻ ഓഫ് ഡി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m പി ഐ ലോഗ് 2 to the base പി ഐ. അപ്പോൾ ഇത് നമ്മളിപ്പം എക്സാമ്പിൾസ് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് നമ്മൾ ലോഗിൻ്റെ ബേസ് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ്, ഇവിടെ എടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് 2 to the base ആണ്, അപ്പോൾ 10 അല്ല. നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റിയിട്ട് വേണം കാൽക്കുലേഷൻസ് നടത്താനായിട്ട്. ഇനി ഇതിൻ്റെ അകത്ത് പി ഐ എന്ന് പറയുന്നത് ഒരു നോൺ സീറോ പ്രോബബിലിറ്റി ആയിരിക്കും. ഒരു ഡേറ്റാബേസിൽ ഒരു ടപ്പിൾ ക്ലാസ് സി ഐ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് ബിലോങ് ചെയ്യാനുള്ള ഒരു ആർബിട്രറി ഒരു നോൺ സീറോ പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു, അപ്പോൾ അതാണ് എൻട്രോപ്പി യൂസിങ് ഫ്രീക്വൻസി ടേബിൾ ഓഫ് 1 ആട്രിബ്യൂട്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എൻട്രോപ്പി യൂസിങ് ഫ്രീക്വൻസി ടേബിൾ ഓഫ് 2 ആട്രിബ്യൂട്ട്. അതിനെ നമ്മളിപ്പം എൻട്രോപ്പി ഓഫ് എ കോമ ഡി എന്ന് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ സി എലമെൻറ്റ് ഓഫ് എക്സ് ദെൻ പി ഓഫ് എ ഇൻറ്റു ഇ ഓഫ് എ ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇപ്പം നമുക്ക് ആദ്യം പറഞ്ഞു എൻട്രോപ്പി യൂസിങ് ഫ്രീക്വൻസി ടേബിൾ ഓഫ് 1 ആട്രിബ്യൂട്ട്, ദെൻ അത് കഴിഞ്ഞിട്ട് എൻട്രോപ്പി യൂസിങ് ഫ്രീക്വൻസി ടേബിൾ ഓഫ് 2 ആട്രിബ്യൂട്ട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ആട്രിബ്യൂട്ടിൻ്റെ എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എൻട്രോപ്പി ഓഫ് ഡി ഈസ് ഈക്വൽ ടു മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to m പി ഐ ലോഗ് 2 to the base പി ഐ. ഇനിയും 2 ആട്രിബ്യൂട്ട്സിനെ നമ്മളിപ്പം എ കോമ ഡി എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഇതിൻ്റെ എൻട്രോപ്പി ഓഫ് എ കോമ ഡി ഈസ് ഈക്വൽ ടു സിഗ്മ, ഇപ്പം അല്ലെങ്കിൽ സി എടുക്കാം, സി എലമെൻറ്റ് ഓഫ് എക്സ് പി ഓഫ് സി ഇൻറ്റു ഇ ഓഫ് സി ആയിരിക്കും. പി എന്ന് പറയുന്നത് പ്രോബിലിറ്റിയാണ്, നമുക്കത് എന്താണെന്ന് പിന്നെ നോക്കാം. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ സി എലമെൻറ്റ് ഓഫ് എക്സ് പി ഓഫ് സി ഇൻറ്റു ഇ ഓഫ് സി ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഫോർമേഷൻ ഗെയിൻ ആണ്. എൻട്രോപ്പി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻഫോർമേഷൻ ഗെയിൻ ആണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഡിസിഷൻ ട്രീക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന വാല്യൂസ്. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കാൻ ഇൻഫോർമേഷൻ ഗെയിൻ ഓഫ് ആട്രിബ്യൂട്ട് എ ഇൻ ഡി ഈസ് ഈക്വൽ ടു സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to y മോഡ് ഡി ജെ ബൈ മോഡ് ഡി ഇൻറ്റു ഇൻഫോർമേഷൻ ഓഫ് ഡി ജെ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഡി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടപ്പിൾസ് ഇൻ ഡേറ്റാബേസ് ആണ്. ഡി ജെ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ടപ്പിൾസ് ഹാവിങ് ദി സെയിം ആട്രിബ്യൂട്ട് വാല്യൂ ഫോർ എ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സോൾവ് ചെയ്യുമ്പം ഇത് കുറച്ചും കൂടി ക്ലിയർ ആകും. നമുക്കത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ എക്സാമ്പിൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. അതിന് മുന്നേ നമുക്ക് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് എന്താണ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡബിൾ പ്രഡിക്ഷൻ റൂൾസ് ആർ ക്രിയേറ്റഡ് നമുക്ക് ഫ്രം ദ ട്രെയിനിങ് ഡേറ്റയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ പ്രഡിക്ഷൻ റൂൾസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഫാസ്റ്റസ്റ്റ് ട്രീ ആയിരിക്കും ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ഷോർട്ട് ട്രീ ആയിരിക്കും ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇനഫ് ആട്രിബ്യൂട്ട്സിനെ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എല്ലാ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നത് വരെ ഇനഫ് ആട്രിബ്യൂട്ട്സിനെ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ ലീഫ് നോഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡേറ്റയെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. പിന്നെ ഹോൾ ഡേറ്റ സെറ്റ് നമ്മൾ ട്രീയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമ്മൾ ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഡിസിഷൻ ട്രീ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ക്ലാസിഫൈങ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണലി എക്സ്പെൻസീവ് ആണ്. കാരണം നമുക്ക് എവിടെയാണ് ഈ കണ്ടിന്യൂസിൽ ഒരു ബ്രേക്ക് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ട്രീസിനെ ജനറേറ്റ് ചെയ്യണം. സോ കണ്ടിന്യൂസ് വാല്യൂസിന് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡേറ്റയ്ക്ക് ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുന്ന പറയുന്നത് അത്ര എളുപ്പമല്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഗെയിൻ മെഷേർഡ് എന്ന് പറയുന്നത് ഈസ് ബയാസ്ഡ് ആണ് ടുവേർഡ്സ് ദ ടെസ്റ്റ് വിത്ത് മെനി ഔട്ട്കം. ദാറ്റ് ഈസ് ഇറ്റ് പ്രിഫേഴ്സ് ടു സെലക്ട് ആട്രിബ്യൂട്ട്സ് ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് വാല്യൂസ്. കുറേ ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് ഉള്ളതിനെ സെലക്ട് ചെയ്യാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി എക്സാമ്പിളാണ് നോക്കാനുള്ളത്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ താങ്ക് യു.